ആലപ്പുഴ കായംകുളത്ത് വയോധികയെ ജീവനോടെ കായലിൽ താഴ്ത്തി കൊലപ്പെടുത്തിയ കേസിൽ പ്രതി പിടിയിലായി. പ്രദേശവാസിയായ പ്രകാശനാണ് പിടിയിലായത്. റിപ്പയറിംഗ് ജോലിക്കായി തങ്കമ്മയുടെ വീട്ടിലെത്തിയ പ്രകാശൻ സ്വർണം കവർന്ന ശേഷം തലക്കടിച്ചു വീഴ്ത്തി കൈകാലുകൾ കെട്ടി കായലിൽ തള്ളുകയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. കനകക്കുന്ന് സി അമലിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രകാശന്റെ ഭാര്യയുടെ അകന്ന ബന്ധുവാണ് കൊല്ലപ്പെട്ട തങ്കമ്മ. ഭർത്താവ് നേരത്തെ മരിച്ച ഇവരുടെ മകനും മകളും കുടുംബത്തോടൊപ്പം മാറി താമസിക്കുകയായിരുന്നു. ശരീരത്തിൽ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ ഇല്ലായിരുന്നതിനാൽ ആസൂത്രിത കൊലപാതകമെന്ന നിഗമനത്തിൽ പോലീസ് നടത്തിയ അന്വേഷണമാണ് ഈ പ്രതിയിലേക്ക് എത്തിച്ചത്. മുതുകുളം കനകക്കുന്ന് സാധുപുരത്ത് തെക്കേതിൽ 80 വയസ്സുള്ള തങ്കമ്മയുടെ മൃതദേഹമാണ് കഴിഞ്ഞ ദിവസം കായലിൽ കണ്ടെത്തിയത്. വീട്ടിൽ തനിച്ചു താമസിച്ചിരുന്ന തങ്കമ്മയെ 2 ദിവസമായി കാണാനില്ലെന്ന് നാട്ടുകാർ മകളെ അറിയിക്കുകയായിരുന്നു. പോലീസിൽ പരാതി നൽകി അന്വേഷണം നടക്കുന്നതിനിടയിൽ ചൊവ്വാഴ്ച മത്സ്യത്തൊഴിലാളികളാണ് വിവസ്ത്രയായ നിലയിൽ വയോധികയുടെ മൃതദേഹം കായലിൽ കണ്ടെത്തിയത്. മൃതദേഹം താഴ്ന്നു കിടക്കാൻ കഴുത്തിൽ കല്ല് കെട്ടിയ നിലയിലായിരുന്നു. തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകത്തിന്റെ ചുരുളഴിയുന്നത്. തങ്കമ്മയെ ജീവനോടെയാണ് കായൽ കെട്ടിത്താഴ്ത്തിയെന്ന് പോസ്റ്റ്മോർട്ടത്തിൽ കണ്ടെത്തിയിരുന്നു. തലയ്ക്ക് പിന്നിൽ ആഴത്തിലുള്ള മുറിവുണ്ടായിരുന്നെങ്കിലും കായലിലെ വെള്ളം ഉള്ളിൽ ചെന്നതാണ് മരണകാരണമെന്ന് പോലീസ് പറയുന്നു. ആലപ്പുഴ ജില്ലാ പോലീസ് മേധാവി മോഹനചന്ദ്രന്റെ മേൽനോട്ടത്തിൽ 3 സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു കേസ് അന്വേഷണം. തുടർന്നാണ് പ്രദേശവാസിയായ പ്രകാശൻ പിടിയിലായത്. പ്രകാശൻ ഗ്യാസ് റിപ്പയർ ചെയ്യാൻ തങ്കമ്മയുടെ വീട്ടിൽ എത്തിയിരുന്നു. സ്വർണവും പണവും കവരാനായിരുന്നു ആസൂത്രിത കൊലപാതകം. പ്രതിയെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ തീരുമാനം. ന്യൂസ് 18 ആലപ്പുഴ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.